ഹലോ ദോസ്തോ, എല്ലാവർക്കും പുതിയൊരു ഹലോ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ ചിഹ്നമാണ് എന്താ കേട്ടോ. പറയടി ചിന്നു? കൊന്നൂർ ബ്രീഡിൽപ്പെട്ട ഏ ഒരു തത്തമ്മ. ചിന്നു അതിന്റെ കളർ എന്താ ഇങ്ങനെ പറഞ്ഞത്? തന്നെയാണ്. ഒരു യെല്ലോ റെഡ് ഹലോ പറഞ്ഞ. കോമ്പിനേഷനിൽ വരുന്ന ഒരു കളറാണ്. പിന്നെ രണ്ട് ചെറുകളും വാലും പച്ച കളറായിരിക്കും. കൊക്കുകള് സാധാ തത്തയുടെ ഹലോ പോലെയല്ല, കറുത്ത കളറായിരിക്കും. കണ്ണുകളും നല്ല കാണാൻ ഭംഗിയുള്ള തത്തമ്മയാണ്. സൺ കൊന്നൂർ, ജാൻഡി കൊന്നൂർ എന്നൊക്കെ വർഗത്തിൽപ്പെട്ടതാണ്. ഇത് ജാൻഡക്കോനൂറാണ്. സൺകൊനൂർ വളരെ യെല്ലോ ഷെയ്ഡ് കൂടുതലായിരിക്കും ചെറുക്കന്മാരൊക്കെ. ഒന്നും കൂടെ ബ്രൈറ്റ് ആയിരിക്കും. അവൾക്ക് 14 ചിന്നു വയസ്സോളം പ്രായം കിട്ടാ. എൻ്റെ മോൻ്റെ അതേ ചിന്നു പ്രായമാണ്. എൻ്റെ മോനക്ക് 2 മാസമുള്ളപ്പോൾ ഞാൻ ഇവളെ വാങ്ങിയതാണ്. ഇറച്ചി കഷ്ണമായിരുന്നു. ഞാൻ തന്നെയാണ് ഇവൾക്ക് സെർലാക്കും അമൃതപ്പൊടിയൊക്കെ കൊടുത്തിട്ട് വളർത്തിയത്. അപ്പൊ എന്നോട് ഭയങ്കര ഇണക്കാണ്. ഞാൻ മേത്തു കൈമല്ലൊക്കെ കൊണ്ടുനടന്നതാണ്. അകത്തും പുറത്തൊക്കെ എപ്പോഴും നമ്മള് ഫ്രീ ആയിരുന്നു. കൂടിലൊന്നും ആയിരുന്നില്ല. ഇപ്പൊ കൂടിലാക്കിയതാണ്. കാരണം എനിക്ക് കുറെ തത്തകൾ ഉണ്ടായിരുന്നു. ഇതുപോലത്തെ സാധാ തത്തകളും അതേപോലെ ഉണ്ടായിരുന്നു. അപ്പൊ കുറെ ഓരോരുത്തർ വന്നിട്ട് ആക്രമിക്കുകയും അവരെ പിടിക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ഞാനിങ്ങനെ കൂടിലാക്കിയതാണ്. വലിയ സെക്യൂർ ഒന്നും ആയിരുന്നില്ല. ഇപ്പോഴല്ല, ഞങ്ങൾ കൂട് പൂട്ടൊന്നുമില്ല. പക്ഷെ അവളെ കൂട്ടിക്ക് ഞാൻ മാറ്റിയതാണ്. ടോക്കിംഗ് ആബിലിറ്റി കുറവുള്ളതാട്ടോ ഈ കൊന്നൂറുകള്. അധികം വേർഡ്സ് ഒന്നും സംസാരിക്കില്ല. ഇവളെന്നെ 3-4 വേർഡ് സംസാരിക്കുള്ളൂ. ഹലോ എന്ന് പറയും, പിന്നെ ഉമ്മാന്ന് വിളിക്കും, പിന്നെ എൻ്റെ മോന്റെ പേര് വിളിക്കും. അങ്ങനെ ഇവർക്ക് അധികം വേർഡ്സ് ഒന്നും ഓർത്ത് വെക്കാനുള്ള കഴിവൊന്നുമില്ല. മണ്ടന്മാരാണ്. ആരെ കളയാൻ പറഞ്ഞത്? അല്ലേ, എന്നോട് ആരെ കൊടുത്ത കളയാൻ വെള്ളത്തിൽ പറഞ്ഞത്? കുറച്ചു നേരം കുളിക്കാനൊക്കെ നോക്കിയിട്ട് അവളത് കമഴ്ത്തി കളയുന്നു. അവൾക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ അവളെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കുളിക്കലൊന്നുമല്ല. എൻ്റെ ഭാര്യയുടെ കൈ വിരലൊന്നും അവൾക്ക് കടിയാൻ കിട്ടണം. അവർ തമ്മിൽ അത്ര ചെടി ഇഷ്ടത്തിലാണ്. കടിച്ച് പൊളിച്ച് ചോര വരുത്തണം. വിളിക്ക്. അതാണ് അവള് ജീവിതാഭിലാഷം തന്നെ. ചിന്നു അതിനു വേണ്ടിയിട്ട് അവൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. നോക്കിക്കോ, വിളിക്ക്. അവൾക്ക് നല്ലൊരു അവസരം കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്കും കമന്റും വേണം. നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. വൈഫിന്റെ സൗണ്ട് കേട്ടപ്പോൾ അവള് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. അവളെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നൊന്നും മൈൻഡ് ചെയ്യാണ്ട് അവളെ സൗണ്ടും അവളെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നു. ആളെ എത്തിച്ചു നോക്കണണ്ട. ആളെ അകത്ത് കയറിപ്പോയപ്പോ എത്തിച്ചു നോക്കി. എന്നെ നോക്കണടി. അവളെ ചിന്നു അവൾ എത്തിച്ചു തന്നെ നോക്കണ്. നോക്കിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര ഇഷ്ടത്തിലാണ്. ചിന്നു നിന്നെ വെല്ലുവിളിക്കണ്. ധൈര്യം അതാണ്. ഉണ്ടെങ്കിൽ കൈ വെച്ചാടിന്ന്. കൈ വച്ചാൽ ഈ കൈ ധൈര്യം ഉണ്ടെങ്കിൽ കൈ വെച്ചാടി എന്നുള്ള വെല്ലുവിളിക്കണ്. ആ, വാ. കൈ ചെടുക്കടി. കൈ വെച്ച് ചേർത്തക്കടി. കൈ വെച്ചു കൈ വെച്ചാൽ ഈ എന്നെ കുത്തി കൊറേ നാളായി അവള് ഓങ്ങിയേക്കും. കൊത്തോ ഈ കൊത്തോടി കൊത്തോടി അവൻ്റെ കാല് ഞാൻ പിടിച്ച് വലിക്കൂടി കൊത്തു ഇല്ല അല്ലേ. നല്ല ചിഹ്നല്ലേ, ചിഹ്നല്ലേ ഇത്? ചിഹ്നു നല്ല ചിഹ്നല്ലേ അല്ലേ? ഒരു ഷേക്കൻ തന്നെ ഷേക്കൻ തന്നെ ഷേക്കൻ തന്നെ ഷേക്കൻ ഷേക്കൻ്റെ ഷേക്കൻ തന്നെ ഷേക്കൻ തന്നെ ഇങ്ങനെ വെച്ചെടുക്കടി, ഇങ്ങനെ വെച്ചെടുക്കടി. ഇങ്ങോട്ടാ ചെയ്യുന്ന ഷേക്കൻ്റെ 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 കൊടുക്ക്. ഷേക്കൻ്റെ ഷേക്കൻ്റെ ഷേക്കൻ തന്നെ ഷേക്കൻ ഷേക്കൻ്റെ കൊക്കോണ്ടല്ലേ കാലോണ്ട് കാലോണ്ട് മസാജ് ചെയ്തരാം മസാജ് ചെയ്തരാം മസാജ് ചെയ്തരാം. വാ വാ മസാജ് ചെയ്തരാം. വാ തലകാട്ട് മസാജ് ചെയ്തരാം. വാ മസാജ് ചെയ്തരാം. വാ മസാജ് ചെയ്തരാം. വാ വാ ഡാൻസ് 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 ചെയ്തേ. മസാജ് ചെയ്യാനുള്ള ഡാൻസ്, മസാജ് ചെയ്യാനുള്ള ഡാൻസ്. ആ അങ്ങനെ ഡാൻസ് ചെയ്തി ഡാൻസ് ചെയ്തി. ആ ഷേക്കൻ്റെ ഷേക്കൻ്റെ ഇണങ്ങിയിരിക്കണടി, വെച്ചുകൊടുക്കടി. കൈ എന്താ വെച്ചെടുക്ക. മസാജ് ചെയ്തത് മസാജ്. നന്നായിട്ട് ഇണങ്ങിയിരിക്കണ അവള്. അല്ല ഞങ്ങൾ നല്ല ഫ്രണ്ടാണ് അല്ലേ അല്ലേ? മുൻകാല ജന്മത്തിൽ ഞങ്ങൾ നല്ലൊരു ഫ്രണ്ടായിരുന്നു. കാണാം, വെച്ചെടുത്തോക്ക്. വാ ആണെന്ന് കണ്ട വെച്ച് കൊടുക്കടി. നമ്മളെ സ്നേഹം കണ്ടിട്ട് ഇവർക്ക് കുശുമ്പ്. വാ വാ ഷേക്കൻ്റെ ഷേക്കൻ്റെ. വാ ഷേക്കൻ്റെ ഷേക്കൻ്റെ
ഡാൻസ് കളിച്ച് ചിന്നു ഡാൻസ് കളിച്ച്. ഹലോ പറഞ്ഞ ഹലോ. ഫോൺ അവിടെ. എൻ്റെ ഫോൺ എടുത്തു കൊടുന്ന ചിന്നു. ഫോൺ എന്ത് ചെയ്യാ? ആ ഹലോ പറഞ്ഞേ. ഹലോ 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 പറഞ്ഞേ. ഹലോ പറയ്. സിയാന വിളിച്ചേ. സിയാന എന്ത് ചെയ്യേ? സിയാന കാണാമല്ലോ. അവനോടെ സിയാന എന്തടി? ചിന്നോ ചിന്നോ. ആ ആ ആ ആ ആ ചിന്നൻ്റെ ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട്. ഷെല്ലുട്ട് ചിന്ന നാനും തരാം അടിക്കൊക്കെ. ആൾക്ക് തീറ്റ കൊടുക്കണ്. ആളെ തീറ്റ കൊടുക്കുമ്പോ അങ്ങനെ കേട്ട് ചിന്നോ ഒരു വർഷം തീറ്റ കൊടുക്കാന്. ചിന്നോ ചിന്നോ ഒരു പ്രാവശ്യം തീറ്റ കൊടുക്കടാ. ഒരു പ്രാവശ്യം കയ്യോ കിട്ടിയപ്പോളേ എന്റെ കൈമള കളിച്ചിട്ടില്ല. നീ ദേഷ്യം പിടിപ്പിക്കുമ്പോ അവള് ഇല്ല പഠിപ്പിക്കൂല. അങ്ങനെ പറയുള്ളൂ. ചിറ്റോ നിന്റെ കൈ വരുന്ന കാണുമ്പോഴാണ് അവള് അന്ന കടിക്കണ ദേഷ്യാണ് അവള് മുഴുവൻ കാണിക്കണത്. കൂടുമ്പോ ഒരു ഈച്ച പോലും ഇരിക്കാൻ പാടില്ല. ഒരുപാട് പെറ്റ്സുകളെ ഒരു ലോകം തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കൊനൂറുകള്, വെറൈറ്റി സ്പീഷ്യസ് ആയിട്ടുള്ള തത്തകള്, അതേപോലെ തന്നെ പ്രാവുകളൊക്കെ ആണെങ്കിൽ ഒരു 10,000-25,000 ജോഡിക്ക് വിലയുള്ള പ്രാവുകളൊക്കെ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പ്രാവ്. ആ സമയത്ത് നമുക്കൊരു അതിൻ്റെ ഒരു പ്രൈസ് ആയതുകൊണ്ട് ക്യാഷ് ഒന്നും നോക്കൂല. അതൊക്കെ ഒരു കാലം അടുത്ത് കുറച്ചൊക്കെ ഉണ്ട്. എന്നാലും ഇങ്ങനത്തെ ക്രൈസ് ഉള്ള ആളുകൾക്ക് അത് പ്രായം അങ്ങനൊന്നുമില്ല. നമ്മുടെ ഏത് പ്രായക്കാരായാലും അതിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മ വാങ്ങിക്കും. കാരണം പെറ്റ്സിനോട് അത്രയും താല്പര്യമായിരിക്കും. അങ്ങനെ താല്പര്യമുള്ള ഭ്രാന്തന്മാരിട്ടാ എന്നെ പോലത്തെ ആൾക്കാർ. എത്ര പ്രായം കഴിഞ്ഞാലും അവരേക്ക് ആ പെറ്റ്സും കാര്യങ്ങളൊക്കെ അവര് എപ്പോഴും അതെത്തിച്ചോണ്ടി. ഞാനൊക്കെ ഏകദേശം ഒരു 5-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഈ പ്രാവ് കിളികളൊക്കെ വളർത്താൻ. അന്ന് ജോഡിക്ക് സാധാ നാടൻ പ്രാവിനൊക്കെ 25 രൂപയ്ക്കാണ് വില. തക്കാളിക്കൂടൊക്കെ വാങ്ങി വീടിൻ്റെ സൈഡിലൊക്കെ ഞാത്തിട്ട് പ്രാവും കുട്ടികളൊക്കെ വാങ്ങി കൊടുത്തിട്ട് അതിലിട്ട് അതൊക്കെ പൂച്ച പിടിച്ച് പോകും. കാരണം നമുക്ക് അങ്ങനെ ഒന്നും നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അന്ന് തുടങ്ങിയിട്ടുള്ളത് ക്രൈസ് ഇന്നും നിലനിൽക്കുകയാണ്. അതുമാത്രമല്ല, ഈ പ്രാവുകൾ മാത്രമല്ല, മുയല്, അണ്ണാന്, ഒരുവിധ സാധനങ്ങളൊക്കെ തന്നെ ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ ഏറ്റവും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കിയിട്ടുള്ളതും ഈ പ്രാവിനെ വളർത്തൽ കൂടിയിട്ടാണ്. പ്രാവിനെ വളർത്തിയിട്ടും അതിൻ്റെ കുട്ടികളെ വിറ്റിട്ടൊക്കെ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ബൈക്ക് വാങ്ങാനൊക്കെ ഉള്ള പൈസ ആയാലും ഇനിയിപ്പോൾ വേറെ ഞാൻ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടോ അതൊക്കെ കമ്പ്യൂട്ടറൊക്കെ. ഇപ്പോഴല്ല, ഞാനൊക്കെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ വാങ്ങിക്കും. ഇതൊക്കെ ഈ പ്രാവ് വിറ്റിട്ട് അതൊക്കെ ചോദിക്കും, പ്രാവ് വിറ്റ് കഴിഞ്ഞാൽ എത്ര തോരം പൈസ കിട്ടും. പക്ഷെ എൻ്റെ കയ്യിലുണ്ടെന്ന പ്രാവുകളൊക്കെ പൗട്ടർ, കിങ്, മൊദീന അന്നൊക്കെ നല്ല വിലയായിരുന്നു. ഇപ്പൊക്കെ വില കുറഞ്ഞു. ഇപ്പൊക്കെ 2,500, 4,000, 5,000 ഒക്കെ ജോഡിക്കുള്ളൂ. പക്ഷെ അന്നൊക്കെ നല്ല വിലയായിരുന്നു. പൗട്ടറിൻ്റെ പെൻസിൽ പൗഡർ എന്നൊക്കെ പറഞ്ഞ പൗട്ടർ, നല്ല പൗട്ടിങ്ങുള്ള പ്രാവ്. അതിൻ്റെ കുട്ടികൾക്കൊക്കെ ആ സമയത്ത് തന്നെ 2,500, 3,000 ആ റേഞ്ചൊക്കെ ഉണ്ടായിരുന്നു. ആ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ടും ഞാനെന്നിട്ടാ എന്നിട്ട് കണ്ടിട്ട് നോക്കണ. പിന്നെ